ഹായ് കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും റീജ ലേണിംഗ് വേൾഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആയിരുന്നു, ഉണ്ടായിരുന്നു എന്ന് ഭൂതകാലത്തിൽ പറയാൻ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഉണ്ടാകും, ആയിരിക്കും എന്ന് എങ്ങനെ പറയാം എന്നാണ്. ഒരു സംശയത്തോടെ ഡൗട്ട്ഫുൾ ആയിട്ട് നമ്മൾ പറയുമ്പോഴാണ് ഇത് ഉപയോഗിക്കുക. ഇത് നമ്മുടെ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ക്രിയയുടെ കൂടെ ഹോഗ, ഹോഗി, ഹോങ്കെ എന്ന് ഉപയോഗിക്കും. ക്രിയയുടെ കൂടെ ഹോഗ, ഹോഗി, ഹോങ്കെ എന്നാണ് നമ്മൾ ഉപയോഗിക്കാം. ഒരു ബോയ് പറയുമ്പോൾ നമ്മൾ ഹോഗ ഉപയോഗിക്കും, ഹോഗ. ഒരു ഗേൾ അല്ലെങ്കിൽ ഒരു പെൺ പറയുമ്പോൾ നമ്മൾ ഹോഗി യൂസ് ചെയ്യുക. അതുപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, ഒരുപാട് പേരുണ്ടാകുമ്പോൾ, അതുപോലെ ബഹുമാനത്തോടെ റെസ്പെക്ട് ചെയ്ത് പറയുമ്പോൾ ഹോങ്കെ യൂസ് ചെയ്യും, ഹോങ്കെ. മനസ്സിലാവുന്നുണ്ടോ? അവൻ, അവൾ എന്താ അർത്ഥം? വഹ്. അതിന്റെ കൂടെ നമ്മൾ ഹോഗ, ഹോഗി യൂസ് ചെയ്യും, ഹോഗ, ഹോഗി. നമുക്ക് എക്സാമ്പിൾ നോക്കാം, അപ്പൊ നിങ്ങൾക്ക് ക്ലിയർ ആവും. അവൻ വീട്ടിൽ ഉണ്ടാകും, വഹ് ഘർ പർ ഹോഗ. അവൻ വീട്ടിൽ ഉണ്ടാകും, വഹ് ഘർ പർ ഹോഗ, വഹ് ഘർ പർ ഹോഗ. അവൻ വീട്ടിൽ ഉണ്ടാകും. ഇവിടെ അവൻ ആയതുകൊണ്ട് അത് ബോയ് അല്ല, അതുകൊണ്ട് ലാസ്റ്റിൽ എന്ത് വന്നു? ഹോഗ വന്നു. അവൾ വീട്ടിൽ ഉണ്ടാകും, വഹ് ഘർ പർ ഹോഗി. അവൾ വീട്ടിൽ ഉണ്ടാകും, വഹ് ഘർ പർ ഹോഗി. ഇവിടെ അവൾ, ഷീ അല്ല, ഒരു പെൺകുട്ടിയല്ല, അതുകൊണ്ട് ലാസ്റ്റിൽ എന്ത് വന്നു? ഹോഗി വന്നു അല്ലേ? വഹ് ഘർ പർ ഹോഗി. അവൾ വീട്ടിലുണ്ടാകും. അവൻ ബിസി ആയിരിക്കും, വഹ് വ്യസ്ത് ഹോഗ. അവൻ ബിസി ആയിരിക്കും. കൃത്യമായിട്ട് അറിയില്ല, ഒരു ഡൗട്ട്ഫുൾ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എങ്ങനെ പറയാം? വഹ് വ്യസ്ത് ഹോഗ, വഹ് വ്യസ്ത് ഹോഗ. അവൻ ബിസി ആയിരിക്കും. അവൾ ബിസി ആയിരിക്കും, വഹ് വ്യസ്ത് ഹോഗി, വഹ് വ്യസ്ത് ഹോഗി. അവൾ ബിസി ആയിരിക്കും. അവൾ ആയതുകൊണ്ട് ഇവിടെ എന്ത് വന്നു ലാസ്റ്റിൽ? ഹോഗി, വഹ് വ്യസ്ത് ഹോഗി. അവൾ ബിസി ആയിരിക്കും. അവൾ തയ്യാറായിരിക്കും, വഹ് തയ്യാർ ഹോഗി, വഹ് തയ്യാർ ഹോഗി. അവൾ തയ്യാറായിരിക്കും. അതിലൊരു സംശയത്തോടെയാണ് നമ്മൾ പറയുന്നത്. ഇങ്ങനെ പറയാം, വഹ് തയ്യാർ ഹോഗി. അവൻ വീട്ടിൽ ഉണ്ടാകുമോ? ക്യാ വഹ് ഘർ പർ ഹോഗ? ഉത്തരം എങ്ങനെ പറയാം? ഹാ, അതെ, അവൻ വീട്ടിൽ ഉണ്ടാകും, വഹ് ഘർ പർ ഹോഗ. ക്യാ വഹ് ഘർ പർ ഹോഗ? അവൻ വീട്ടിൽ ഉണ്ടാകുമോ? അതെ, അവൻ വീട്ടിൽ ഉണ്ടാകും. ഹാ, വഹ് ഘർ പർ ഹോഗ. അവൾ അവിടെ ഉണ്ടാകുമോ? ക്യാ വഹ് വഹാം ഹോഗി? അവൾ അവിടെ ഉണ്ടാകുമോ? ക്യാ വഹ് വഹാം ഹോഗി? ഇല്ല, നെഹി, അവൾ അവിടെ ഉണ്ടാകില്ല, വഹ് വഹാം നെഹി ഹോഗി, വഹ് വഹാം നെഹി ഹോഗി. അവൾ അവിടെ ഉണ്ടാകില്ല. ഇനി വേ, ആപ്പ്, താങ്കൾ അല്ലെങ്കിൽ അവർ വരുമ്പോ എന്ത് വരും ലാസ്റ്റില്? ഹോങ്കെ വരും അല്ലെ? റെസ്പെക്ട് ചെയ്ത് പറയുമ്പോഴും ഹോങ്കെ വരും നമ്മൾ ആപ്പ് യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ അവർ യൂസ് ചെയ്യുമ്പോൾ ഹോങ്കെ. അവർ അവിടെ ഉണ്ടാകും, വേ വഹാം ഹോങ്കെ. അവർ അവിടെ ഉണ്ടാകും. എങ്ങനെ പറയാം? വേ വഹാം ഹോങ്കെ, വേ വഹാം ഹോങ്കെ. അവർ അവിടെ ഉണ്ടാകും. ഓക്കെ. അവർ സന്തോഷത്തിലായിരിക്കും, വേ ഖുഷ് ഹോങ്കെ, വേ ഖുഷ് ഹോങ്കെ. അവർ സന്തോഷത്തിലായിരിക്കും. ഇവിടെ ഒരുപാട് പേരായതുകൊണ്ട് ലാസ്റ്റ് എന്ത് വന്നു? ഹോങ്കെ വന്നു. താങ്കൾ നാളെ ഓഫീസിൽ ഉണ്ടാകുമോ? ക്യാ ആപ് കൽ ഓഫീസ് മേ ഹോങ്കെ? ക്യാ ആപ് കൽ ഓഫീസ് മേ ഹോങ്കെ? താങ്കൾ നാളെ ഓഫീസിൽ ഉണ്ടാകുമോ? അതെ, ഹാ, ഞങ്ങൾ ഓഫീസിൽ ഉണ്ടാകും, ഹം ഓഫീസ് മേ ഹോങ്കെ, ഹം ഓഫീസ് മേ ഹോങ്കെ. അയാളുടെ കൂടെ ഒരുപാട് പേരുണ്ടായതുകൊണ്ട് അവിടെ ഞങ്ങൾ യൂസ് ചെയ്തേ. ലാസ്റ്റ് ടിപ്പ് നിങ്ങൾ ഓർത്തു വെക്കുക. ഒരു ബോയ് പറയുമ്പോ ഹോഗ വരും, ഉണ്ടാകുമായിരിക്കും. അതുപോലെ ഒരു ഗേള് പറയുമ്പോ ഹോഗി, അർത്ഥം സെയിം തന്നെ, ഉണ്ടാകുമായിരിക്കും. അതുപോലെ പലര് ബഹുമാനത്തോടെ പറയുമ്പോ ലാസ്റ്റ് എന്ത് വരും? ഹോങ്കെ. അവൻ കാണും, അവൻ വീട്ടിൽ ഉണ്ടാകുമായിരിക്കും എന്ന് നമ്മൾ മലയാളത്തിൽ ഊഹിച്ചു പറയാറുള്ള ഒരു ഡൗട്ട്ഫുൾ ആയിട്ട്. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് നമ്മൾ ഹിന്ദിയിൽ ക്രിയയുടെ കൂടെ ഹോഗ, ഹോഗി കൂടുതലായി ഉപയോഗിക്കുന്നത്. ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. എന്നാ ഒരു ഡൗട്ട്ഫുൾ ആയി ഊഹിച്ചു പറയുന്ന കാര്യങ്ങൾ, പോസിബിലിറ്റി, അസംഷൻ, അത് വരുമ്പോ നമ്മൾ എന്താ ഉപയോഗിക്കുക? ക്രിയയുടെ കൂടെ ഹൂങ്ക, ഹോഗ, ഹോഗി, ഹോങ്കെ യൂസ് ചെയ്ത് എപ്പോഴും ഓർത്തു വെക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു, ബൈ.